ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തം ജീവിതം കൊണ്ട് എല്ലാ രംഗത്തും മാതൃക കാണിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു PC അബ്ദുറഹ്മാൻ എന്ന് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് പ്രസ്താവിച്ചു. തിരൂർ സൗഹൃദവേദി താഴെപ്പാലം മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം കൊണ്ട് സമൂഹത്തെ പല നല്ല പാഠങ്ങളും അദ്ദേഹം പഠിപ്പിച്ചു. നേതാവാകാനോ അതിന്റെ അഹങ്കാരത്തിൽ ജീവിക്കാനോ ഒരിക്കലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. എല്ലാ രംഗത്തും പുതിയ തലമുറയ്ക്ക് മാതൃകയായിരുന്നു PC അബ്ദുറഹ്മാൻ എന്ന് കുറുക്കോളി മൊയ്തീൻ സാഹിബ് പറഞ്ഞു. യോഗത്തിൽ സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KP റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മറിയുമ, ഇൻഫർമേഷൻ ജോയിന്റ് ഡയറക്ടർ PA റഷീദ്, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് P രാജു, MSS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു, LIC തിരൂർ ബ്രാഞ്ച് മാനേജർ സ്റ്റുവർട്ട്, സൗഹൃദവേദി സെക്രട്ടറി KK റസാഖ് ഹാജി, നിറമർത്തൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV സിദ്ദീഖ്, KP ഫസലുദ്ദീൻ, അബ്ദുൽ ജലീൽ കൈനിക്കര, ഗായകൻ ഫിറോസ് ബാബു, നാദിർ ഷാ, PV സമദ്, PA ബാവ, അബ്ദുൽ ഖാദർ കൈനിക്കര, നസീർ പൊട്ടച്ചോല, സമദ് പ്ലസന്റ്, ഹമീദ് കൈനിക്കര എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അനുസ്മരിക്കുന്ന, അദ്ദേഹത്തിനെ ഓർക്കുന്ന ഒരു ലളിതമായ ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൗഹൃദവേദി തിരൂർ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് അതിനെ പറ്റി മാത്രം പറയാം. ആദ്യ കാലഘട്ടത്തിൽ നമ്മളുടെ കാരണവരായിരുന്ന ഡോക്ടർ ആലിക്കുട്ടി ഡോക്ടറും അതുപോലെ അക്ബർ അലി മമ്പാടൊക്കെ നയിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ് നമ്മൾ അതുമായി സംഘടിപ്പിക്കാൻ ഇവിടെ ഒത്തുകൂടിയുള്ളവർ. ഒരു പ്രസ്ഥാനം തന്നെ സ്വന്തം പേരിൽ അറിയപ്പെട്ടു. LIC എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരാണ് വരിക. അത് ഒരു അപൂർവമായിട്ടുള്ള കാര്യമാണ്. ആ ബഹുമതി അദ്ദേഹത്തിന് മാത്രമുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ബാഫയ്ക്ക് തങ്ങൾ നേരിട്ട് മെമ്പർഷിപ്പ് കൊടുത്ത വേറെ ഇപ്പോൾ മുസ്ലിം ലീഗിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും വീട്ടിൽ വന്നതിൻ്റെ ഫോട്ടോ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ജീവിതകാലത്ത് അടയാളപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 86 വർഷം നമ്മുടെ മുമ്പിൽ ഒരു പ്രകാശ ഗോപുരം കണക്കെ നിറഞ്ഞു നിന്ന ഒരു വലിയ മനുഷ്യൻ്റെ വിയോഗം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ജീവിതം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അതൊരു വലിയ സംഭവമായിരുന്നു. ഇന്ന് PC ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജീവിച്ചിരിപ്പില്ല. ജീവിതകാലത്ത് അതൊരു ഇതിഹാസമായിരുന്നു. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായും ഏറ്റവും ഭംഗിയായി, പിന്നെ മറ്റൊന്നുമില്ല മുമ്പിൽ, അതങ്ങ് പൂർത്തീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതെന്തൊന്നിലാണെങ്കിലും ശരി, അത് ഏത് മേഖലയിൽ അദ്ദേഹം എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അത് അദ്ദേഹം വളരെയേറെ പ്രതിബദ്ധതയോടുകൂടി അത് കൈകാര്യം ചെയ്യും. ഞാൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ പ്രായമുള്ള ഒരാളാണ്. ഏകദേശം 6 മാസത്തെ വ്യത്യാസമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരു എന്ന് പറയാവുന്നതും ഞാൻ ആദ്യം കണ്ട ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നതും PC അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നിറസാന്നിധ്യമായിട്ട് എല്ലാ ഭാഗത്തും നിറഞ്ഞു നിന്ന ഒരാളാണ് PC സാഹിബ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു കുടുംബം പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ കൂട്ടായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഒരു കാരണവരായിരുന്നു. ശരിക്കും നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഞങ്ങളുടെ നാട്ടുകാരിയാണ്, കൂട്ടായിക്കാരിയാണ്. അതാണ് ബന്ധം. ചിറച്ചമ്പൂട്ടിൽ പുത്തമ്പരിയിൽ എന്ന് പറഞ്ഞ ഒരു കുടുംബം. അതിൻ്റെ ഒരു സംഗമം 2014 5-8 വർഷം മുമ്പോട്ട് നടത്തിയിരുന്നു. അപ്പോൾ അതിലൊക്കെ വളരെ സജീവമായിട്ട് സാധാരണ ഒരാളെ മാതിരി എല്ലാ കുടുംബങ്ങളെയും ഒരുമിപ്പിക്കാനും കിളുന്ന ഒരാളാണ്. നമ്മുടെ സ്നേഹിക്കുന്ന വ്യക്തി ഏത് പ്രായത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാലും നഷ്ടം തന്നെയാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് PC അബ്ദുറഹ്മാൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. സത്യത്തിൽ 2 ദിവസം അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ഉറക്കം വരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം എല്ലാ ആഴ്ചയും എന്നെ വിളിക്കും. എന്തിനാണെന്നറിയോ? കുടുംബപരമായ കാര്യങ്ങൾ ചോദിക്കാനും, വേറൊന്നും അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടാവില്ല. ഇത്രയധികം കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തെ ഒരു റോൾ മോഡലായി കാണുന്നു.
മാസത്തിലൊരിക്കലെങ്കിലും അദ്ദേഹത്തിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും വിളിച്ച് അന്വേഷിക്കും. മോനെ സുഖമല്ലേ, പാപ്പക്ക് സുഖമല്ലേ, ഉമ്മക്ക് സുഖമല്ലേ, പെങ്ങളെവിടെയാണ്. ഇങ്ങനെയുള്ള കുടുംബവിശേഷങ്ങൾ അദ്ദേഹത്തിന്, കുടുംബ ബന്ധങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൽപ്പിച്ച വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുകയില്ല. ഇന്ന എത്രാമത്തെ വയസ്സ് ഞാൻ ആഘോഷിക്കുന്നതെന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഒന്ന് കാണുക, ഭക്ഷണം കൊടുക്കുക, എല്ലാവരോടും സൗഹൃദം പങ്കിടുക. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. കുടുംബരംഗത്താണെങ്കിൽ മക്കളും കുട്ടികളുമായിട്ട് എപ്പോഴും നല്ല സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും എപ്പോഴും കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു പ്രത്യേക വ്യക്തിത്വം തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അവസരത്തിൽ സർവശക്തൻ അവർക്ക് പരലോക ജീവിതം സന്തോഷപൂർവ്വമാക്കട്ടെ എന്നും സ്വർഗ്ഗ പൂന്തോപ്പുകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും മഹഫറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നേരത്തെ ഡോക്ടർ ഹസൻ ബാബു പറഞ്ഞതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. മിക്കവാറും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പറ്റുന്ന കുടുംബസമേതം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുകയും ചെയ്യും, അതല്ലാതെയും പോകും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർബന്ധ ബുദ്ധിയാണ് അദ്ദേഹം കാണിക്കുക. എപ്പോഴും പലപ്പോഴും സാധിച്ചിട്ടില്ല. ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ടും എനിക്ക് പലപ്പോഴും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ വിരമിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ ആഴത്തിലായി ഇടയ്ക്കിടയ്ക്ക് കാണും. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് LIC എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു. PC-യുടെ LIC എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഓഫീസിലേക്കൊക്കെ ഒരുപാട് പേര് പുതിയ ഡെവലപ്മെൻറ്റ് ഓഫീസർമാരൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ രണ്ടത്താണി അങ്ങനെ പല ഭാഗത്തും അവർക്ക് വീടൊക്കെ അന്വേഷിച്ച്, ഫാമിലി ഇല്ലാതെ തന്നെ സിംഗിളായിട്ടായിരിക്കും വരിക. വീടുകളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ സിംഗിളാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വീട് കൊടുക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. പക്ഷെ സംഭാഷണ മധ്യ ഓഫീസൊക്കെ ചോദിച്ചിട്ട് PC-യുടെ ഓഫീസിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ PC-യുടെ ഓഫീസിലാണ്, എന്നാൽ പിന്നെ വേറെ ചോദ്യവും പറച്ചിലൊന്നുമില്ല, അവിടെ അത് കൊടുത്തു കഴിയും. അതായിരുന്നു LICക്ക് PC എന്ന് ഞങ്ങൾ പറയുമ്പം അത് ബഹുമാനക്കുറവുകൊണ്ടും അല്ല, PC അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് തന്നെയാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സ്നേഹപൂർവ്വം ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന് ജോയിൻ ചെയ്ത ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ പോലും PC എന്നാണ് വിളിക്കുക. അദ്ദേഹത്തിനും അതാണ് ഇഷ്ടം. ഇന്ന് നമ്മൾ ഒരു വിരഹത്തിൻ്റെ വേദനയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും സംസാരിക്കുന്നത്. ഞാൻ ഈ PC എന്ന് പറയുന്ന വ്യക്തിത്വവുമായിട്ട് 1982 കാണുന്നത്. അന്ന് 1982 ചേംബർ ഓഫ് കൊമേഴ്സ് അതിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ജോലിയിൽ ഞാൻ കയറിയത്. അദ്ദേഹം അത് കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ ഞങ്ങളുടെ അന്നത്തെ ഓഫീസ്, ചേംബറിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് നമ്മുടെ സബ്ക ഹോട്ടലിൻ്റെ മുകളിൽ 19 നമ്പർ മുറിയിലായിരുന്നു. അവിടെ വന്നു അദ്ദേഹം പറഞ്ഞേ, കുറേ ആളുകൾ നമുക്ക് LICക്ക് എടുക്കണോ, അത് കുറച്ച് ദിവസം ഒന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. 25ാം വാർഷികത്തോടനുബന്ധിച്ച് താലൂക്കുകളിലെ വ്യത്യസ്ത പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയപ്പോൾ തിരൂര് കേന്ദ്രീകരിച്ച് ജമിയ സെൻട്രൽ സ്കൂൾ തുടക്കം കുറിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് കൽപ്പഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ PC ആയിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പ്രധാന കരുത്ത്. ഞാൻ 1968 കൽപ്പഞ്ചേരി ഹൈസ്കൂൾ 8ാം ക്ലാസ്സിൽ ചേർന്നത്. അപ്പോൾ എൻ്റെ സഹപാഠികളായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള അമീദും കരീമും ഒക്കെ തന്നെ. വേറൊരു സഹോദരനായിരുന്നു മൊയ്തീൻ, അദ്ദേഹമാണ് ആദ്യം മരിച്ചത്. അഹമ്മദ് കുട്ടി മാഷൊക്കെ സമീപകാലത്താണ് നമ്മൾ വിട്ടു വരുന്നത്. അപ്പോൾ ആ കുടുംബവുമായിട്ട് ഒരു നല്ല ബന്ധം. പിന്നെ നേരത്തെ ഇവിടെ KP ഫസൽ പറഞ്ഞതുപോലെ സബ്ക ഹോട്ടലിലെ ആ എയർ ബേക്കറിന് നേരെയുള്ള 6ാം നമ്പർ റൂമിൽ ഈ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിച്ച ശേഷം ഒരു താൽക്കാലിക ഓഫീസ് തുടങ്ങി അതിൻ്റെ മേലെ ഫസൽ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മളുമായൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു വ്യക്തിത്വം. ഞാൻ ഭയങ്കര തമാശക്കാരൻ്റെ അതിൻ്റെ സ്വഭാവം ഞാൻ പറയണ്ടല്ലോ. ഈസിയാക്കൻ്റെ ചിത്രം അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, നമ്മളെ നോക്കി ചിരിക്കുകയാണ്, സദാസമയം ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, LICയിൽ വരികയാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. നമുക്ക് ഒരു അറിയാതെ നമുക്കൊരു ആകർഷണം തോന്നിപ്പോകും അദ്ദേഹത്തിൻ്റെ ആ വരവ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അസാധാരണമായൊരു ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ എപ്പോഴും മുഖത്ത് കാണുന്ന ഈ ഒരു ചിരിയും. അപ്പോൾ ഞാനൊക്കെ, നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖനായ ഒരു ആളുകൂടിയായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ
നമ്മൾ വേറെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ധാരയിലാണ് എങ്കിൽ പോലും ആ ഒരു സ്നേഹം, സൗഹൃദം കൂടി സൂചിപ്പിച്ച പോലെ അവിടുത്തെ പ്രമുഖരായ നേതാക്കളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത്. ആദ്യമായാണ് അദ്ദേഹത്തെ അങ്ങനെ അടുത്ത് പരിചയപ്പെടുന്നതൊക്കെ. ഞങ്ങളുടെ ആഗമനോദ്ദേശം പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഔട്ട് ഹൗസിലേക്കാണ്. പിന്നെ നേരത്തെ നമ്മളെ റഷീദ് സാഹിബ് പി റഷീദൊക്കെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെ ഞങ്ങൾക്ക് അദ്ദേഹം എന്താ പറയുക ഒരു ക്ലാസ് എടുക്കുകയാണ് ഉണ്ടായത്. 2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോരുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട അസംബാബ് ഡോക്ടർ സൂചിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ സൽക്കാരപ്രിയതയെ സംബന്ധിച്ച്. അതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ ഇഫ്താറിന് ക്ഷണിക്കാനാണ് പോയത്. പക്ഷെ ഞങ്ങളോട് പോരാ നേരത്ത് ചോദിച്ചു, മക്കളെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇഫ്താറിൻ്റെ പരിപാടി, ഭക്ഷണം കാര്യങ്ങൾ എന്തായിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞങ്ങളത് അറേഞ്ച് ചെയ്യുന്നുണ്ട്, എന്നാൽ എൻ്റെ വക ആ ഇഫ്താറിൻ്റെ എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. വരും തലമുറക്ക് അവരുടെ ചരിത്ര പാഠപുസ്തകങ്ങളുടെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ആളുകളൊക്കെ അവിടെ ജീവിച്ചിരുന്നു എന്ന് അവരുടെ പ്രവൃത്തികളെ കൊണ്ട് അവർ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. അത്തരത്തിലെ ആളുകളെ നമ്മൾ തിരയുമ്പോൾ തീർച്ചയായിട്ടും തിരൂരിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള തിരൂരിൻ്റെ ചരിത്ര മേഖലയിൽ, തിരൂരിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത്, വ്യാവസായിക വിദ്യാഭ്യാസ മേഖലകളൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ മഹാനുഭാവനാണ് നമ്മുടെ PC. എൻ്റെ ഉപ്പയും അബ്ദുറഹ്മാനിക്ക് തമ്മിൽ ഒരു 4 വയസ്സിൻ്റെ വ്യത്യാസം. പാപ്പ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 90 ഉണ്ടായിരിക്കുക, 90 വയസ്സ്. അപ്പോൾ അത്രയും, കാരണം ആ കാലം മുതൽ കണ്ടിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നൊക്കെ കുറഞ്ഞ സൗഹൃദങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഈ സൗഹൃദങ്ങൾ ഒത്തുകൂടുന്ന വേളകളുണ്ട്. ഇപ്പോൾ ആളുകൾ എണ്ണത്തിൽ വർദ്ധിച്ചെങ്കിലും ഒത്തുകൂടലുകൾ ഉണ്ട്. ഒത്തുകൂടലുകളില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഹൃദയം തൊടുന്ന ഒത്തുകൂടലുകൾ വളരെ കുറവല്ലേ. ശുദ്ധമായ ശൈലിയിൽ, അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം കാര്യങ്ങൾ ലളിതമായി പറഞ്ഞ് ഒരു സത്യത്തിൽ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന് ഇന്ന ജനറേഷൻ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ PC പറ്റിയുള്ള പഠിച്ചാൽ മതി. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സാധാരണക്കാരനായിട്ടും അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് അദ്ദേഹം LIC മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. LIC അത്രയുമാക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പറയാറ്. നല്ല മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കാര്യം, ഇവിടെ LICൻ്റെ ആളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നിലയ്ക്ക് ഇവിടെ പല സ്റ്റാമ്പ് രീതിയിലൊക്കെ പല രീതിയിലൊക്കെ വരാറുണ്ട്. അതുപോലെ നമ്മുടെ PC അനുസ്മരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോളിസി LICൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ PC-ൻ്റെ 2 വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോളിസി, ഒരു ചെറിയ ജനകീയമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതി ചേംബർ ഓഫ് കൊമേഴ്സ് എന്നുള്ള നിലക്ക് ഞാൻ ആ നിലക്കും കൂടി ആവശ്യപ്പെടുകയാണ്. എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലും അതേപോലെ നമ്മുടെ നാടിനും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഞാനും അദ്ദേഹത്തെ പോലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനും മൂത്താപ്പയും മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൂത്താപ്പ പോയി. എന്നോട് ഇങ്ങനെ PC, ഞാൻ മുഹമ്മദ് നസീർ പൊട്ടച്ചോല എന്നാണ് എൻ്റെ കാർഡിൽ, ഞാൻ വിസിറ്റിംഗ് കാർഡിൽ അടിക്കാറുള്ളത്. അപ്പോൾ ഈ പൊട്ടച്ചോല കാണുമ്പോൾ ചോദിക്കും എൻ്റെ അടുത്ത്, PC-ൻ്റെ ആരാന്ന് ചോദിക്കും. PC എൻ്റെ മൂത്താപ്പയാണ്. അപ്പോൾ പിന്നെ അന്നത്തെ കുറേ ചരിത്രങ്ങൾ പറയും പഴയ ആളുകൾ. PC ഞാൻ അന്ന് 72 ഫസ്റ്റിൽ ഗൾഫ് പോയി തിരിച്ചു വരുമ്പോൾ PC എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മൂപ്പര് എത്താത്ത വീടുകളില്ല എന്ന് പറയാം സത്യം പറയണെങ്കിൽ. 1958 ഞാൻ അന്ന് നമ്മളെ റിലീസ് ബേക്കറിൻ്റെ ആ തറവാട് പുരയിൽ നിന്ന് കോപ്പി എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നോക്കി 2 പേരും കൂടെ എനിക്ക് കോപ്പി എഴുതിയിട്ടാണ്. അത്തു സാഹിബും എം എ മൂപ്പൻ്റെ മകനാണ് അബീബുർ റഹ്മാൻ. അതുപോലെ നമ്മളെ പടിയത്ത് ആസാദ് മൂപ്പൻ. ഇവരെ എല്ലാവരെയും PC മൊയ്തീൻ മരിച്ചുപോയി. അവരെ സഹോദരൻ ഇവിടെ ഉണ്ട്, കരീം സാഹിബ്. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.